ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടലില്ല. ഒന്നാമത് മടിയാണ് കേട്ടോ. ചിലപ്പോൾ ചിലതൊക്കെ എടുത്ത് വെക്കും, പക്ഷെ എഡിറ്റ് ചെയ്യൂല. ഇപ്പോൾ തന്നെ ഞാൻ ഈദിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളാവണതിൻ്റെ മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിന് പോയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ചത് ഇന്നിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് പോയത് ബാങ്കിലായിരുന്നു കേട്ടോ. ബാങ്കിൽ പോയതിന് ശേഷം നമ്മുടെ ഏമിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. അതുകൊണ്ട് ഓൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർലറിൽ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡുള്ള ലുക്കിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് കുട്ടീൻ്റെ മുടി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എമിക്കുട്ടീനെ അവിടെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എമിൻ്റെ അങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോയി. ഇപ്രാവശ്യം അവൻ്റെ ഹെയർ കട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. സീനൊന്നും ഇല്ലായിരുന്നു. ഓനിങ്ങനെ മിണ്ടാതെ നിന്നെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ചിലപ്പോൾ അങ്ങനെയൊന്നും നിൽക്കാറൊന്നുമില്ല. പക്ഷെ ഇന്ന് ഓന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം എമിക്കുട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഹെയർ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് 2-3 ഷോപ്പിലും കൂടെ കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പ് കയറുന്നതിന് മുമ്പ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കാരണം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉപ്പിലിട്ട് പൈനാപ്പിളും പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പാർസൽ വാങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 2-3 ഐറ്റംസ് പാക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് സെറ്റായിട്ട് കഴിക്കണം. അതിന് ശേഷം ഞങ്ങൾ ഇനി ഷാൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. വേറൊരു ഷോപ്പിലേക്ക് കയറാനുണ്ട്. ഈ ഷോപ്പ് വരുന്നത് നമ്മളെ കച്ച ഹൗസിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. ഇത് പുതിയ ഓപ്പൺ ചെയ്ത ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് ഷോളും കാര്യങ്ങളൊക്കെ എടുക്കല്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഈ ഷോപ്പിൽ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കയറാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കയറിയ പോലെ തന്നെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഷാൾ എനിക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്സ് നല്ല നമുക്ക് അഫോർഡബിൾ റേറ്റിലും ക്രോപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം കയറിയത് മണവാട്ടി ഫാൻസിലാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് കോസ്മെറ്റിക്സ്, ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിവിടെ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ല. പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വിചാരിച്ചിട്ട് എനിക്കൊരു ഫ്ലഷിങ്ങും അതുപോലെ CC ക്രീമും വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ മേടിക്കുന്നില്ല. ഇന്ന് ജസ്റ്റ് ഞങ്ങൾ ഏമിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞ് ശരിക്കും വാങ്ങാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു ബ്ലഷിങ്ങും ഒരു CC ക്രീമും ലിപ്സ്റ്റിക്കും ഞാൻ നോക്കിയിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ലോണം വിശന്നിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്കിത് ഫുഡ് മന്തിയും എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളാണ് ഈവനിങ് ആണ് കേട്ടോ നമ്മൾ ഈ രാവിലെ വാങ്ങി പൈനാപ്പിൾ കഴിക്കുന്നത്. ഇതും അച്ചാറെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഇത് നമ്മൾ ഇന്ന് അവിടെ നിന്ന് ഇടവണ്ണെന്ന് വാങ്ങിയതാട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും മുതലായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബാഗിൽ നിന്ന് ഒരു മഞ്ചു കൂടെ കിട്ടിയിട്ടത് ഞാൻ രാവിലെ എനിക്ക് വാങ്ങിയതായിരുന്നു. അത് ഞാൻ തന്നെ കഴിച്ചിട്ടും. അതിനുശേഷം പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മഞ്ചേരിക്ക് വീണ്ടും ഇറങ്ങി. എൻ്റെ ഫ്രണ്ടിനെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മഞ്ചേരി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മഞ്ചേരി പോയി. അതിനുശേഷം ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും ഷോപ്പിൽ പോയിട്ട്, ഇത് തുറക്കാനുള്ളൊരു ഷോപ്പാണ്. ഈ ഷോപ്പൊക്കെ ഞാൻ അതുവരെ പോയിട്ടൊന്നുമില്ല. ക്രോപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഇതുണ്ട് കേട്ടോ. കാരണം ഇവിടെ പോയപ്പോൾ ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഈ ഷോപ്പിൽ ഇങ്ങനെ കയറിയിട്ടേ ഇല്ല. പോളാണ് പറഞ്ഞത് ഈ ഷോപ്പിലൊന്ന് കയറാന്നുള്ള രീതിക്ക് ഞങ്ങൾ കയറിയത്. അപ്പം ഞാനും ആരെയും കൂടെ ആണ് കേട്ടോ പോയത്. അപ്പോൾ ഒരുപാട് വെസ്റ്റേൺ ടൈപ്പ് ക്രോപ്പ് ടോപ്സ് ഒക്കെ ഉണ്ട്. എനിക്കും ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. അവൾ കുറേ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആരെയും പോയി. പിന്നെ ഞാൻ ഉമ്മച്ചിൻ്റെ കൂടെ വന്നു. ഉമ്മച്ചിൻ്റെ കൂടെ വന്നതിൻ്റെ പള്ളിപ്പടിയെന്നാണ് കേട്ടോ ഞാൻ ശരിക്കും നോക്കുന്നത്. അപ്പോൾ ഞാൻ ഹീൽസാണ് നോക്കുന്നത്. കാരണം ഞാൻ പാർട്ടി വെയർ ചുരിദാർ ആ ഒരു മോഡലാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹീൽസാണ് നോക്കിയത്. സാധാരണ ഇവിടെ ചെരുപ്പെടുക്കാനും ഷൂ എടുക്കാനൊക്കെ വന്നാൽ നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം വന്നപ്പോൾ കളക്ഷൻസ് കുറവായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം നോക്കിയിട്ട് ഒരു ഹീൽസ് എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു മേക്കപ്പ് ഇടാനുള്ളൊരു പൗച്ച് വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ അത് നോക്കി ഞാൻ ഓൺലൈനായിട്ട് കുറേ സെർച്ച് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. എല്ലാം ഒരു ബാഗ് പോലെ കുറച്ചിങ്ങനെ
എന്താ പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അതല്ലാതെ കുറച്ച് കുഴഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ബാഗ്സാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴും ഇവിടെ കാര്യമായിട്ടില്ല. പിന്നെ ഒന്ന് കണ്ടു കേട്ടോ, അതാണെങ്കിൽ സെറ്റാണ്, 2-3 ഉള്ളതാണ്. പിന്നെ നമുക്കിതിൽ ഒന്ന് മാത്രം കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു നോക്കണം. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പൗച്ച് എടുത്തിട്ട് താഴോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് എടുത്തിട്ടുണ്ട്, ഇനി പൗച്ചും കൂടെ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇത് മേടിക്കണം. അപ്പോൾ ഏകദേശം നമ്മളിന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ പെരുന്നാൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങിയപ്പോൾ എല്ലാം കൂടെ അത്യാവശ്യമുള്ളതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.